ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും ബീഫുമാണ്. ഞാനിവിടെ എല്ലുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച കപ്പ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ വേവിച്ചെടുക്കാനുള്ള വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കപ്പ പെട്ടെന്ന് വെന്തു കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ബീഫ് വേവിച്ചതിനു ശേഷം കപ്പ വേവിക്കാൻ ചേർത്തത്. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ല് ബീഫും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.